വല്ലാത്ത ജാതിയാണ് ഈ നൗഷാദ് എന്ന് പറയുന്നത്. അവനിക്ക് എന്താണോ തോന്നുന്നത് ഓരോ ദിവസവും അതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. മറ്റൊന്നും അയാൾക്കറിയില്ല. അയാൾ പറഞ്ഞതൊക്കെ ശരി, മറ്റുള്ള പറഞ്ഞതൊക്കെ തെറ്റ്. എന്ത് എവിടെ എങ്ങനെ പറയണമെന്നൊന്നറിയാതെ മനുഷ്യരെ കബളിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കേട്ടു നോക്ക്. മിണ്ടാൻ കഴിയില്ല, സ്റ്റോപ്പായി പോയി. എല്ലാം മിണ്ടണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് സംസാരിക്കുന്ന ആളാണ്. അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മിണ്ടണം, നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടണ്ട, അങ്ങനൊരു സംവിധാനമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇയാൾ വിചാരിച്ചത് ഇയാൾ പറഞ്ഞതൊക്കെ ഇവിടെ വിളമ്പാനുള്ളതാണ്. പറഞ്ഞിട്ട് നിങ്ങളൊരു പൂതി, എന്നെ എതിർക്കപ്പെടുമ്പോൾ ഞാൻ വലുതാവുമല്ലോ എന്നുള്ളൊരു ചിന്ത. എന്തിനാണ് നൗഷാദ് മൊയ്ലാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആവശ്യമുള്ളവിടെ അവർ സംസാരിക്കും, ആവശ്യമില്ലാത്തവർ സംസാരിക്കുമല്ല. എല്ലാ കുരക്കുന്നതിനും പറയേണ്ടതില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. എവിടെ ഓൺലൈനിലുള്ള ആളുകളൊക്കെ ഇബ്നു തൈമിയയിലൊന്ന് പ്രതികരിക്കട്ടെ. അവര് പാവം നൗഷാദ് മൊയ്ലാർ, ആരും പ്രതികരിക്കുന്നില്ലല്ലോ, എൻ്റെ ഒരു ഗതികേട്, എൻ്റെ വിഷയം വന്നപ്പോൾ കാര്യമായിട്ട് ആരും കൊണ്ടിട്ടില്ലേ, ആരും പരിഗണിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ഗതികേടെത്തിയല്ലോ നൗഷാദ് നിങ്ങൾക്ക്. സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരാൾ എനിക്കെതിരെ, എൻ്റെ സംസാരത്തിനെതിരെ ഒന്ന് പ്രതികരിച്ചുകൂടെ? ഞാൻ ഇത്രയൊക്കെ ഇബ്നു തൈമിയയെ കുറിച്ചിട്ട് വേറൊരു ഉസ്താദിനെതിരെ ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തേ അത് പറയാൻ ഇത്ര കഴിയാന്നില്ല? എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ ശബ്ദിക്കൂ എന്നൊക്കെ പറയാൻ. എൻ്റെ വിഷയം എവിടെയും എടുക്കുന്നില്ലല്ലോ, സ്റ്റേജിൽ എടുക്കുന്നില്ല, എവിടെ എടുക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലെങ്കിലും പോച്ചങ്ങായി. ഇയാളെ പൂതി ഞാൻ ഭയങ്കരമാണ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇനി പറയുന്നത് കേൾക്ക് നിങ്ങൾ. ഇയാളെ തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. ഇയാളൊരു കഥ, വല്ലാത്തൊരു കഥ തന്നെ. ജനങ്ങൾ പേരോടിനൊന്ന് ന്യായീകരിക്കട്ടെ. അവര് ന്യായീകരിക്കേണ്ട ആവശ്യം എന്താ? ഉള്ളത് പറഞ്ഞാൽ പോരെ. കളവ് പറയിപ്പിക്കല നിങ്ങൾ. ന്യായീകരിക്കാനൊന്നും ഇവിടെ ഇല്ല. ഉസ്താദ് എന്താ പറഞ്ഞോ അത് പറയണുള്ളത്. നിങ്ങളെപ്പോലെ കളവ് പ്രചരിപ്പിക്കേണ്ടതോ കട്ടുമുറിച്ച് പറയേണ്ടതോ ഒന്നുമില്ല. വല്ലാത്ത ജാതി തന്നെ നിങ്ങൾ തന്നെ പറയാം. നിങ്ങളെ ഉസ്താദ് ന്യായീകരിച്ച് വാ, എനിക്കെന്തെങ്കിലും പറയാൻ കിട്ടണ്ടേ? തെറ്റൊന്നും കാണുന്നില്ല. നിങ്ങളെങ്കിലും പ്രതികരിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്കെതിരെ പറയട്ടെ. എന്തൊരു ഗതികേടാണിത്. നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ. ഇയാളെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ആരോപണങ്ങളായി. ഉസ്താദിനെ കുറിച്ചിട്ട് ഇയാൾ പറയുമ്പോൾ സത്യമായി. സ്വന്തം അങ്ങനെ പൊക്കി പറയുന്നതിന് അർത്ഥമില്ല നൗഷാദ്. മറ്റുള്ളവരാ പറയേണ്ടത്. നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോക്കടിയിൽ എഴുതിയൊരു കമൻറ്റ് കണ്ടു. ഇയാളുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ ഉസ്താദിനെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ. നമ്മളെന്താ ചെയ്യാ? ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ആധികാരികമായി തന്നെ മറുപടി പറയും. വല്ലാത്ത ആധികാരികം തന്നെ നിങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ അത് ആധികാരികം, മറ്റുള്ളവർ പറയുമ്പോൾ ആധികാരികമല്ല. അതുകൊണ്ടാണോ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയാത്തത്? നിങ്ങൾ വാക്കിന് എന്താ അർത്ഥമുള്ളത്, എന്താ വിലയുള്ളത്, എന്താ നിലയുള്ളത്? അതെനിക്ക് ആധികാരികമായി പറയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം കളവാണ്. അല്ലാത്തത് പിന്നെ പരിഗണിക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആരെന്തോ പറയുന്നതിന് മറുപടി പറഞ്ഞാൽ പിന്നെ അതിനല്ലേ ഒഴിവുണ്ടാവുള്ളൂ. അത് കറക്റ്റാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കാര്യക്ക് ആരാ മറുപടി പറയേണ്ടത്? ആധികാരികമായി പറഞ്ഞാലല്ലേ പറയേണ്ടത്. അല്ല ചങ്ങായി, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ കഥ എന്താ? എന്ത് നിങ്ങൾ പറയുന്നു എന്നുള്ളൊരു ബോധമെങ്കിൽ നിങ്ങൾക്കുണ്ടോ? നേരത്തെ നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയ എങ്കിലും പറഞ്ഞുകൂടെ. ഇപ്പം നിങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അതൊന്ന് ആധികാരികം ഒന്നല്ല. അത് അങ്ങനെ ആരൊക്കെ ചിലക്കുന്നുണ്ടെന്നാ. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇപ്പോൾ ശരിക്കും? അത് തുറന്നു പറയണേ. അപ്പം അതാണ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ ഓൺലൈനിലുള്ള ആളുകളൊക്കെ ഇബ്നു തൈമിയയിലൊന്ന് പ്രതികരിക്കട്ടെ. അവര് സോഷ്യൽ മീഡിയയിലൊക്കെ ആരെന്തോ പറയുന്നതിന് മറുപടി പറഞ്ഞാൽ പിന്നെ അതിനല്ലേ ഒഴിവുണ്ടാവുള്ളൂ. എവിടെ ഓൺലൈനിലുള്ള ആളുകളൊക്കെ ഇബ്നു തൈമിയയിലൊന്ന് പ്രതികരിക്കട്ടെ. അവര് സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല പോലെ. അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇയാൾക്കാണ്. ഇപ്പം കറക്റ്റായില്ല ജനങ്ങളെ. അയാൾ തന്നെ പറയുന്നു, അയാൾ തന്നെ അയാൾക്ക് മറുപടി പറയുന്നു. അപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു, ശേഷം എന്ത് പറയണം, ഒന്നും അറിയില്ല. എവിടെ എന്ത് പറയണം, എവിടെ എന്ത് പറയേണ്ട അതും അറിയില്ല. എന്താണ് ഞാൻ വായിക്കേണ്ടത്, എന്താണ് വായിക്കാതിരിക്കേണ്ടത് അതും അറിയില്ല. ആരെയാണ് ഞാൻ പിന്തുണക്കേണ്ടത്, ആരെയാണ് പിന്തുണയ്ക്കാൻ പാടില്ലാത്തത് അതും അറിയില്ല. ഒന്നും അറിയില്ല. അറിയുമെന്നുള്ള ജാട കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ നമുക്കൊക്കെ നല്ലതാണ്. കാരണം ഒന്നും അറിയില്ല ചങ്ങായി. അറിയുമെന്നുള്ള ധാരണ കൊണ്ട് മാത്രമാണ് അയാൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അയാളെ പ്രസംഗം കേൾക്കാനോ അയാളെ കണ്ട് മനസ്സിലാക്കാനൊന്നും ആരും പോകേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് അയാൾ വലിയ ആളായി എന്നല്ല, അയാൾക്കൊന്നും അറിയില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, പേരോട് ഉസ്താദിനെ താറടിക്കണം, അവിടുത്തെ സ്ഥാനം കളയണം, അവിടുത്തെ മഹത്വം ചെറുതാക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. വെറുപ്പ് കൊണ്ടുള്ള, ദേഷ്യം കൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് അയാൾ നടത്തുന്നത്.